കാണുവാൻ തക്കവണ്ണമിടയായി തീരുന്നു. പല അഭിപ്രായങ്ങൾ ഈ സങ്കീർത്തനത്തെ കുറിച്ച് പറയുവാൻ തക്കവണ്ണമിടയായി തീരുന്നുണ്ട്. തന്റെ അപ്പനും അമ്മയും ഒക്കെ മരിച്ചതിന് ശേഷം തന്റെ വേദനകൾ പറയാൻ ആരുമില്ലാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തെ ഇതിനകത്ത് കാണുവാൻ തക്കവണ്ണമിടയായി തീരുന്നു. മറ്റൊരു ആലോചന പറയുന്നത് സ്തോത്രം, അപ്പനും അമ്മയ്ക്കും തന്നോട് അമിതമായ സ്നേഹമില്ലാഞ്ഞ് ഇരുന്നത് കൊണ്ടാണ് തന്നെ ആടുമേയിപ്പിക്കാനായിട്ട് വനാന്തരത്തിലേക്ക് അയച്ചത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഹല്ലേലൂയ. ഏറ്റവും ഹല്ലേലൂയ പ്രാപ്തിയുള്ളവരെയും കഴിവുള്ളവരെയും ഒക്കെ പട്ടാളത്തിലും മറ്റുള്ള ജോലി കാര്യങ്ങളിലുമൊക്കെ അപ്പനും അമ്മയൊക്കെ വിട്ടപ്പോൾ തന്നെ ഒന്നും കൊള്ളാത്തവനായി, വിദ്യാഭ്യാസം കൊടുക്കാൻ ഇല്ലാത്തവനായി, കഴിവില്ലാത്തവനായി ആടിനെ മേയിക്കുവാനായിട്ട് വനാന്തരത്തിലേക്ക് അയച്ച ഒരു അപ്പനെയും അമ്മയെയും ഇവിടെ കാണുന്നത് ഇവിടെയായി തീരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ സങ്കീർത്തനം ദാവീദിന്റെ അവസാന കാലഘട്ടം ആയപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, തന്നെ വധിക്കാൻ ഒരു മല്ലനായ ഇസ്ബിബെനോവ് എന്ന് പറയുന്ന ഒരു മല്ലൻ എഴുന്നേറ്റപ്പോൾ അഭിഷായി എന്ന് പറയുന്ന ഭക്തൻ തനിക്ക് തുണ നിന്നുകൊണ്ട് ഹല്ലേലൂയ മല്ലനെ വകവരുത്തുന്ന സാഹചര്യം ഈ സങ്കീർത്തനത്തിനകത്ത് വ്യക്തമായിട്ടും കാണുവാൻ ഇടയായി തീരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവിടെ വിളിച്ചു പറയുന്നത്. അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാൽ. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തില് ഇത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ട് മാറണം. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആകും, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ. ഇത് വളരെ വിശദമായിട്ട് ഒന്ന് കടന്നു പോകേണ്ട ഒരു വാക്യമാണ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഈ ദൈവം എന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. ഞാൻ ഏത് ഇരുട്ടുള്ള മേഖലയിലൂടെ അല്ലെങ്കിൽ പ്രയാസമേറിയ മേഖലയിലൂടെ കടന്നു പോകുന്നു, അവിടെയൊക്കെ വെളിച്ചമായിട്ട് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത് യഹോവ എന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ രക്ഷ യഹോവയാണ്. ഹല്ലേലൂയ. പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ വേദനപ്പെട്ട് ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പല സമയത്ത് ഹല്ലേലൂയ ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയാൻ തക്കവണ്ണം ഇടയായി തീരണം, യഹോവ എന്റെ രക്ഷയാകുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, ഞാൻ എത്രയോ പേരെ പേടിക്കുന്നേ, എത്ര പേരെ പേടിക്കുന്നേ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ശവക്കല്ലറയുടെ അടുക്കലൂടെ കടന്നു പോയിട്ട് പനി പിടിച്ച് എത്ര പേരുണ്ടെന്ന് അറിയാമോ? പേടിച്ച് പനി പിടിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും എന്ത് ചെയ്യുന്നില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവർ ഉറങ്ങിക്കിടക്കുകയാണ്. അവരെ സ്തോത്രം, ഹല്ലേലൂയ, അവര് മരിച്ചു പോയവരെ ഓർത്ത് ഭയപ്പെടുന്ന എത്ര പേരുണ്ട്. ഹല്ലേലൂയ. ഭയപ്പെടുന്നവരുടെ അടുക്കലേക്ക് സ്തോത്രം രൂപത്തിൽ പിശാച് വരും. അത് കറക്റ്റ് കാര്യമാണ്. അവനെ ആരെ വീഴ്ത്തേണ്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കരുത്. ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നു വരാം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? സങ്കീർത്തനക്കാരൻ 84-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് 84-11 വായിച്ചേ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്നു, യഹോവ എന്റെ വെളിച്ചം എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ട് ഇവിടെ പറയുകയാണ്, യഹോവയായ ദൈവം സൂര്യനും ദൈവം സൂര്യനല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സൂര്യനല്ല എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവം വെളിച്ചമാണ്. സൂര്യന്റെ സ്തോത്രം സ്വഭാവം എന്ന് പറയുന്നത് വെളിച്ചം കൊടുക്കുക, വെളിച്ചം കൊടുക്കുക. ഹല്ലേലൂയ. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത്, ഇവിടെ അസ്തമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് വെളിച്ചം കൊടുക്കുകയാണ്.
സ്തോത്രം. ഇവിടെ ഇരുളുമ്പോൾ മറ്റൊരു ഭാഗത്ത് വെളിച്ചമായിട്ട് സൂര്യൻ എഴുന്നേൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യഹോവ വെളിച്ചമല്ല, സൂര്യനല്ല. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു. എന്നിട്ട് പറയുക, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സ്തോത്രം. ഈ വാക്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എവിടെയെങ്കിലും നന്മ പോകുന്നുണ്ടെങ്കിൽ, നന്മ കുറയുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മടങ്ങി വരണം. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടങ്ങത്തില്ല. നന്മ എവിടെയെങ്കിലും ഏതെങ്കിലും നിലവാരത്തിൽ നന്മ മുടങ്ങുന്നുണ്ടെങ്കിൽ, സ്തോത്രം. ഇന്നലെ ഒരു ദൈവദാസൻ പറഞ്ഞു, പോൾ പാസ്റ്റർ പറയുന്നു, നന്മ എവിടെയെങ്കിലും ഇപ്പൊ ഭയങ്കര കഷ്ടമാണ്, ഞെരുക്കമാണെന്നൊക്കെ പറയുമ്പോൾ ഒരു ദൈവദാസനോട് ഇപ്പോൾ പാസ്റ്റർ ചോദിച്ചെന്ന്, ഹല്ലേലൂയ, ദശാംശവും സ്തോത്ര കാഴ്ചയൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നന്മ നമ്മുടെ ചോർന്നു പോകാൻ ഇടയായി തീരുന്നതിന്റെ പ്രധാന കാരണം ദശാംശവും സ്തോത്ര കാഴ്ചയും കൊടുക്കാതിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൈവദാസൻ ഒരു തീരുമാനമെടുത്തു, ദശാംശവും സ്തോത്ര കാഴ്ചയും ഒക്കെ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തനിക്ക് ഒരു ഹല്ലേലൂയ വസ്തു ഇല്ലാതിരുന്ന സ്ഥാനത്ത് വസ്തു ഉണ്ടായി, വീടില്ലാതിരുന്ന സ്ഥാനത്ത് വീടുണ്ടായി. നന്മകൾ തന്റെ ഹല്ലേലൂയ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കൊടുപടിയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ കാരണം, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും ഹല്ലേലൂയ മുടങ്ങത്തില്ല, കുറയത്തില്ല. അനുഗ്രഹം ഞാൻ വിശ്വാസത്തിൽ വന്ന ആ സമയത്തുള്ള നന്മയല്ല ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. അതിനെക്കാട്ടിൽ ശ്രേഷ്ഠമായ നന്മയാണ്. ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 2 കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സമയത്താണ് ഞാൻ ദൈവവചനവുമായിട്ട് ദൈവം വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ഹല്ലേലൂയ. ബൈബിൾ കോളേജിലേക്ക് പോകുന്ന നല്ല ജോലി ഉണ്ടായിരുന്നത് രാജിവെച്ചിട്ട്, സ്തോത്രം, വീട്ടുകാർ പറഞ്ഞു നല്ല ചുറ്റുപാടുണ്ടായിരുന്നത്, വരുമാന മാർഗം ഉണ്ടായിരുന്നത്, അത് കളഞ്ഞിട്ട് ഇവൻ എന്നാ എടുക്കാനാണ്, എന്നാ കാണാനാണ് എന്നൊക്കെ ചോദിച്ചവരുടെ മധ്യത്തിൽ ഞാനും വേദനപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. ഓരോ ആഴ്ചയിലും കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ എന്തുമാത്രം ആവശ്യങ്ങൾ നടക്കേണ്ടതുണ്ട്. വണ്ടിക്കൂലി, കുഞ്ഞുങ്ങളുടെ ഫീസ്, ഇതെല്ലാം നടക്കേണ്ടതുണ്ടല്ലോ. ഒരു വരുമാന മാർഗമില്ലാതെ ഈ വചനം പഠിക്കാൻ പോയാൽ എങ്ങനെ കാര്യം സാധിക്കുമെന്നൊക്കെ ചിലപ്പോഴൊക്കെ എന്റെ മനസ്സിലേക്ക് ചിന്ത വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ഇറങ്ങി തിരിച്ച അന്ന് മുതൽ ഹല്ലേലൂയ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കുറവ് വന്നിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞാൻ ജോലിക്ക് പോയി എനിക്ക് ലഭിച്ചിരുന്നതിനേക്കാൾ ശ്രദ്ധമായിട്ടായിരുന്നു ഞാൻ ദൈവ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ, ജോലി രാജിവെച്ച് ഇറങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ എന്നെ നടത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അത് വളരെ സന്തോഷത്തോടെ പറയാൻ കഴിയും. അവിടെ വായിക്കുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും എന്ത് ചെയ്യത്തില്ല, മുടക്കത്തില്ല. അപ്പൊ നന്മ മുടങ്ങാൻ ഒത്തിരി കാരണങ്ങൾ ഞാനത് വിശദമാക്കുന്നില്ല. ഞാനവിടെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ വായിക്കുന്നത്, 8:12 വായിക്കുന്നത്, അവൻ എന്താണ് വായിച്ചേ? 8:12. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ഹല്ലേലൂയ. അപ്പം ഇരുട്ട് എവിടെയെങ്കിലും, കുറവ് എവിടെയെങ്കിലും പ്രവേശിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇവിടെ വായിക്കുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ, സ്തോത്രം, തകർന്നു പോകുമെന്നോ, അവൻ ആഹാരത്തിനിരക്കുമെന്നോ, അവൻ ഉള്ള വസ്തുവകകളൊക്കെ വിറ്റ് അവന്റെ ദാരിദ്ര്യം മാറ്റാനായിട്ട് അവൻ ഇറങ്ങിത്തിരിക്കുമെന്നോ ഒന്നുമല്ല പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നു, ഇരുളിൽ നടക്കാതെ. അപ്പോൾ ഇരുട്ട് നമ്മളെ മൂടാതെ ഇരിക്കാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കണം. ദൈവ വെളിച്ചത്തിൽ നടക്കണം. അവിടെ വായിക്കുന്നു, യഹോവയായ കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പോൾ ദൈവം വെളിച്ചമാണ്, ഇരുള് മറ്റൊരു ഭാഗത്തുണ്ട്.
അപ്പോൾ ഇരുള് നമ്മളെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഇരുള് നമ്മളെ നയിക്കുന്നുണ്ടെങ്കിൽ, ആ സ്തോത്രം ഹല്ലേലൂയ, ഞെരുക്കം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, വേദനയിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, നിരാശയിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, എവിടെയോ ഇരുട്ട് വ്യാപരിച്ചിരിക്കുന്നു. ആ ഇരുട്ടിനെ പുറത്താക്കാൻ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന യേശു വരണം. ഹല്ലേലൂയ, യേശു വരണം. അവിടെയാണ് കർത്താവ് പറയുന്നു, താൻ ഹല്ലേലൂയ അവകാശവാദങ്ങളിൽ ഒന്ന് അല്ലെ. യേശുവിന്റെ അവകാശവാദങ്ങൾ പലതുണ്ട്. സ്തോത്രം 120 പരം അവകാശവാദങ്ങളുണ്ട്. ഞാൻ ഹല്ലേലൂയ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ജീവന്റെ വെളിച്ചമാകുന്നു എന്നൊക്കെ പറയുന്ന ഒത്തിരി അവകാശവാദങ്ങൾ. ഞാൻ മരണത്തെ ജയിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി അവകാശവാദങ്ങളുണ്ട്. അതിലൊരു അവകാശമാണ് എന്താണ്? ഹല്ലേലൂയ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ, എന്നെ അനുഗമിക്കുന്നവൻ. അപ്പം വെളിച്ചത്തെ അനുഗമിക്കുന്നവൻ എന്തായിട്ട് മാറും? വെളിച്ചത്തിൽ നടക്കുന്നവനായിട്ട് തീരും. വെളിച്ചത്തിൽ നടക്കുന്നവൻ. അപ്പം അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം, പിന്തുടരുന്നതും അനുഗമിക്കുന്നതും വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ, പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഒരാളെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഒരാളെ പിന്തുടർന്ന് പോകുക എന്നൊക്കെ പറയാൻ, ഹല്ലേലൂയ, എന്റെ ഭാര്യയാണെങ്കിൽ എന്റെ പുറകെ വരും. എന്താ കാരണം? ഞാൻ ഭർത്താവായതുകൊണ്ട്. ഹല്ലേലൂയ, മക്കളാണെങ്കിൽ നമ്മുടെ കൂടെ ഒരു പരിധി വരെ നടക്കും. എന്തുകൊണ്ട്? നമ്മൾ മാതാപിതാക്കളായതുകൊണ്ട്. ഹല്ലേലൂയ, അവർക്ക് സ്വയം നടക്കാൻ, അല്ലെങ്കിൽ അവർക്ക് സ്വയം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അവരെന്ത് ചെയ്യും? മാതാപിതാക്കളിൽ നിന്ന് അകന്നു മാറും. ഹല്ലേലൂയ, അവർ സ്വയം നടക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, എന്നാൽ ഇവിടെ വായിക്കുന്നു, ഹല്ലേലൂയ, എന്നെ അനുഗമിക്കുന്നവൻ എന്ത് ചെയ്യത്തില്ല? ഇരുളിൽ. അപ്പം വെളിച്ചമായിരിക്കുന്ന കർത്താവ്, സ്തോത്രം, ഇരുളിനെ പുറത്താക്കി മാറ്റിയിട്ട് ആ വെളിച്ചമായിരിക്കുന്ന കർത്താവിനെ സ്വീകരിച്ച ഏതൊരു വ്യക്തിയുണ്ടോ പിന്നെ ഇരുളിൽ അവൻ നടക്കാൻ ഇടയാകത്തില്ല. അപ്പോൾ ഇരുള് എവിടെയെങ്കിലും വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് കർത്താവോടെ പറഞ്ഞു. അപ്പൊ ഇരുളിൽ അവൻ എന്ത് ചെയ്യത്തില്ല? നടക്കത്തില്ല. ഹല്ലേലൂയ, ഇരുളിൽ നടക്കത്തില്ല. എന്നിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ആരെ ഭയപ്പെടും? ആരെ പേടിക്കും? ആരെ പേടിക്കുന്നേ? നമ്മൾ ആരെ പേടിക്കുന്നേ? ഹല്ലേലൂയ, ഇവിടെ 27-ാമത്തെ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. അപ്പോൾ ഈ ദൈവം വെളിച്ചവും രക്ഷയുമായിരിക്കുന്ന ഒരാള് ആരെയും ഭയപ്പെടത്തില്ല. ആരെയും ഭയപ്പെടത്തില്ല. പേടിക്കരുത് എന്ന് ഇവിടെ വ്യക്തമായിട്ടും പറയുക. നമ്മളിപ്പോ വായിച്ച യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ, ഇരുളിനെ പേടിക്കത്തില്ല. ഇരുളിനെ പേടിക്കത്തില്ല. കാരണം ഹല്ലേലൂയ, ഇരുളിനെ കീറിക്കളയുന്ന ഒരു വെളിച്ചം നമ്മളിലുണ്ട്. ഇരുളിൽ പ്രകാശിക്കുന്ന ഒരു വെളിച്ചം നമ്മളിലുണ്ട്. അതുകൊണ്ട് ഇരുളിനെ പേടിക്കേണ്ട കാര്യമില്ല. ഇരുളിനെ പേടിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് താഴോട്ട് വായിക്കുന്നു. 84-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത് അവൻ എന്താണ്? സൂര്യനും പരിചയമാകുന്നു. യഹോവ മഹത്വവും കൃപയും നൽകുന്നവനാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതല്ലേ വായിക്കുന്നത്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പല സമയത്ത് ആ വാക്യം എടുത്തൊക്കെയോ വായിച്ചാട്ടെ. ഇത് സംബന്ധിച്ച് നാം എന്താ പറയണ്ടേ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാകും. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കും. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടിയിട്ട് ഏൽപ്പിച്ച് തന്നവൻ നമുക്ക് എന്ത് ചെയ്യും? സകലവും, സ്തോത്രം, സകലവും നമുക്ക് നൽകാതിരിക്കുമോ? നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം കർത്താവ് തരും. ഹല്ലേലൂയ.
നമ്മളിന്ന് ഹല്ലേലൂയ എനിക്കൊരു ഫ്ലൈറ്റ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു വലിയ കമ്പനി വേണം, ഫാക്ടറി വേണമെന്നൊക്കെയുള്ള വ്യാമോഹത്തിന് അത് ദൈവം തരുമെന്നല്ല പറഞ്ഞേ. നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം ദൈവം നമുക്ക് ആരുടെയും മുമ്പിൽ കൈ നീട്ടാൻ അനുവദിക്കാതെ, ഒരു വ്യക്തി ജീവിതത്തിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽപ്പാൻ സമ്മതിക്കാതെ ദൈവം നമ്മളെ നടത്തണമെങ്കിൽ ദൈവം ഇതിലെ ഹല്ലേലൂയ നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും കുറയ്ക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ പലർക്കടെ നടത്തുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം ഏതെങ്കിലും കമ്പനിക്കാരന് കാശ് കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ സിലുവിനെ ഏൽപ്പിച്ച് ഞാനങ്ങ് പോകുന്നു. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം പെണ്ണുങ്ങളാവുമ്പോ അവര് വന്നിട്ട് വലിയ കാര്യമായിട്ട് കയർക്കത്തില്ലല്ലോ. കാലം കൊടുക്കാൻ വഴിയില്ലാതെ സ്തോത്രം പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം വന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ സമയത്ത് ദൈവമക്കളെ ഇവിടെ വായിക്കുന്നു, ദൈവമാണ് നമ്മളെ യഥാർത്ഥമായിട്ട് നടത്താൻ ഇടയായി തീരുന്നത്. അവിടെ വായിക്കുന്നു, ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര. ഹല്ലേലൂയ. ചത്തുകുഴി കിടക്കുന്ന ആരെങ്കിലും ആണോ? ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നേ. ഇന്നലെ രാത്രിയിൽ എന്നെ പേടിപ്പിച്ചു എന്ന് പറയാൻ ഇടയായി തീരുന്നത് മരിച്ചുപോയ ഏതെങ്കിലും വ്യക്തിയാണോ? പ്രതികൂലം ആരാണ്? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ ദൈവമാണ് വെളിച്ചം. ഈ വെളിച്ചം ഹല്ലേലൂയ ഒരിക്കലും ഇരുളിന്റെ മേൽ ഹല്ലേലൂയ ഇരുൾ അതിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കത്തില്ല. ഇരുളിനെ തകർത്ത് കളഞ്ഞത് ദൈവ വെളിച്ചമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. എന്താണ്? ഭീരുക്കൾ, അറുക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ക്ഷുദ്രക്കാർ, വെമ്പാരതികൾ, പോഴ്ത്തു പറയുന്ന ഏവർക്കുമുള്ള ആ വാക്യം എന്ന് വായിച്ച 21 ഭീരുക്കൾ, അവിശ്വാസികൾ, അറുക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും പോഴ്ത്തു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയും അത്രേ. അത് രണ്ടാമത്തെ മരണം. ഹല്ലേലൂയ. ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് നമ്മുടെ ജഡത്തിന്റെ മരണമാണ്. രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് അത് ഭീകരമായ മരണം, ആത്മാവിന്റെ മരണം. അവിടെ പോകുന്നവരാരാണ്? അവിടെ പോകുന്നവരാണ് 8ാമത്തെ വാക്യം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും പോർക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. ഹല്ലേലൂയ. മരണ വീട്ടിലൊക്കെ ഇത് ഞങ്ങൾ പ്രസംഗിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ വായിക്കുന്നു, ഭീരുക്കൾ എന്ന് പറയുന്ന ഭയപ്പെടുന്നവർ. സ്തോത്രം. ഹല്ലേലൂയ. രാത്രിയില് മൂത്രമൊഴിക്കണം, ഭാര്യയ്ക്ക് മൂത്രമൊഴിക്കണമെങ്കിൽ പണ്ടത്തെ കാലഘട്ടത്തിൽ എല്ലാ വീട്ടിലും ബാത്റൂം ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും ഭർത്താവിനെ ഇങ്ങനെ പഠിക്കാൻ പോയിട്ട് 5 തലമുറകളുടെ ഭാവിയാണ് നഷ്ടപ്പെട്ടു പോയത്. ഹല്ലേലൂയ. ഇന്ന് പകൽ സമയത്ത് ദൈവമക്കളെ അവർക്ക് ഇനി അപ്പനും അമ്മയും പ്രതീക്ഷിച്ചതുപോലെ ഒരു BSc നേഴ്സാകാൻ കഴിയത്തില്ല. എല്ലാ കോളേജും അവർക്ക് കെട്ടിയടയ്ക്കപ്പെട്ടു. എന്താ കാരണമെന്നറിയാമോ? പൈശാചിക ശക്തി ലോകത്തിന്റെ നടുവിൽ വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ തലമുറകളെ ഓർത്ത് കരയാനാ വെള്ളിയാഴ്ച പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. എത്ര പേര് കരയും? ഓ ഹല്ലേലൂയ, പാസ്റ്ററിന് വേറെ പണിയൊന്നുമില്ലേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് പോലെ പ്രാർത്ഥന. ഇന്ന് പകൽ സമയത്ത് ആവശ്യ ഭാരത്തോടെ തലമുറകൾക്ക് വേണ്ടി ഇടിഞ്ഞു നിന്ന് കരയാൻ എത്ര മാതാപിതാക്കൾ തയ്യാറാകും? എന്തെല്ലാം ആവശ്യമാണ് നമുക്കുള്ളത്, എന്തെല്ലാം വിഷയമാണ് നമുക്കുള്ളത്. നാട്ടിലെ വിഷയങ്ങൾ നമ്മൾ തീർക്കണം, വീട്ടിലെ വിഷയങ്ങൾ തീർക്കണം, കുടുംബത്തിലെ വിഷയങ്ങൾ തീർക്കണം, ബാല സമൂഹത്തിലെ വിഷയങ്ങൾ തീർക്കണം. ഓടി നടക്കുകയാണ് നമ്മുടെ വിഷയങ്ങളുമായിട്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര മാതാപിതാക്കൾ തയ്യാറാകും ഒരു നേരം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ? അതിൽ കൈവിട്ട് പോയിട്ട് എവിടെയെങ്കിലും അകപ്പെട്ട് പോയിട്ട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ, സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാകത്തില്ല. ദൈവമക്കളെ, കരയേണ്ട സമയത്ത് കരയണം.
പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം, ഇടിവിൽ നിൽക്കേണ്ട സമയത്ത് ഇടിവിൽ നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് എന്നെയും നിങ്ങളെയും ഈ ലോകത്തിന്റെ നടുവിൽ ദൈവം നമുക്ക് വെളിച്ചം തന്ന് നിർത്തിയിരിക്കുന്നത്. അതിനുള്ള പ്രാപ്തി ഞാനും നിങ്ങൾ മറന്നു പോകരുത്. ദയവ് ചെയ്ത് ഈ ദിവസങ്ങളിൽ ഉണരണം ദൈവസഭ. ഹല്ലേലൂയ. ദൈവമക്കൾ ഉണരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വാഴ വെച്ചിട്ട് ആ കാലഘട്ടത്തിൽ വളവിടുന്നതിന് പകരം ആവുന്ന സമയത്തല്ല ആ വാഴയ്ക്ക് വളവിടേണ്ടത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അവളുടെ വിവാഹം വരെ ഈ മാതാപിതാക്കൾ ശക്തിയോടെ പ്രാർത്ഥിക്കണം. അവളുടെ വിദ്യാഭ്യാസം, അവന്റെ ഭാവി, അവന് വരുന്ന തുണ, അവന് വരുന്ന കുടുംബം എല്ലാം അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് മാതാപിതാക്കളെ ഏൽപ്പിച്ച് തന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളെ. ആ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ മറന്നു പോകരുത്. നമുക്ക് ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കൾ ഇന്ന് പകൽസമയത്ത് എഴുന്നേൽക്കണം. യൗവനക്കാരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, എന്റെ ജീവിതത്തിലേക്ക് വരുന്ന പങ്കാളി ഒരു ദൈവ പൈതലായിരിക്കണം, ഒരു ദൈവ കൃപയുള്ളവരായിരിക്കണം. ആ ഏതെങ്കിലും പങ്കാളി കടന്നു വന്നാൽ പോരാ, പ്രാർത്ഥിക്കുന്ന ഒരു പങ്കാളി എനിക്ക് വേണം. ആ ദൈവകൃപയുള്ള ഒരു ദൈവ പൈതൽ എനിക്ക് തുണയായിട്ട് വേണമെന്ന് പറയാൻ, പ്രാർത്ഥിക്കാൻ എത്ര കുഞ്ഞുങ്ങൾ തയ്യാറാകും? ഹല്ലേലൂയ. നമുക്ക് പറക്കമറ്റാറാകുമ്പോൾ മുതൽ ഞാനും നിങ്ങളും ഒക്കെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഭാവിക്ക് വേണ്ടി. ഹല്ലേലൂയ. എല്ലാം തകരും ഒരു തുണ വന്നാൽ, എല്ലാം അനുഗ്രഹമായി തീരും ഒരു തുണ വന്നാൽ. ഹല്ലേലൂയ. ഏതെങ്കിലും ഹല്ലേലൂയ നിലവാരത്തിൽ എവിടുന്നെങ്കിലും വലിഞ്ഞു കയറി വരുന്ന ഏതെങ്കിലും കാണുന്ന തുണകളെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന് അവർക്ക് ഹല്ലേലൂയ ഇതെന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ എന്റെ ഭർത്താവാണെന്ന് പറയുന്ന ലാഘവത്തോടെ നാം കടന്നു വരരുത്. എത്രയെത്ര പരാജയങ്ങളാ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ചിരിച്ചു കാണിച്ചവന്റെ പുറകെ പോകുന്ന ഇന്നത്തെ വ്യക്തികളെ ഹല്ലേലൂയ മനസ്സിലാക്കി ജീവിക്കാനിടയായി തീരണം. ഇന്നലെ വരെ പെറ്റു വളർത്തി 25-26 വയസ്സ് വരെ പെറ്റു വളർത്തി വലുതാക്കി കഴിഞ്ഞപ്പോൾ ഇന്നലെ കണ്ട ഒരുത്തന്റെ പുറകെ ഓടിപ്പോകാനുള്ള ലാഘവം കാണിക്കുന്ന മക്കളുണ്ടല്ലോ. ഹല്ലേലൂയ. അവരെ ഓർത്താണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കാൻ. ഹല്ലേലൂയ. ഒരു നേരം ഉപവസിക്കാൻ. ഒരു നേരത്തെ വരുമാനം ഇല്ല എങ്കിൽ എനിക്ക് സാരമില്ല, അന്നത്തെ ഒരു വരുമാനമേ നമുക്ക് കുറയത്തുള്ളൂ. പക്ഷേ നിലവിളിക്കാൻ എത്ര പേര് തയ്യാറാകും? എത്ര പേര് തയ്യാറാകും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കാൻ? ഇവിടെ അതുകൊണ്ടാണ് ഈ ചെന്താമരയും റജിനും ഒക്കെ എഴുന്നേൽക്കുന്നത്. ഹല്ലേലൂയ. എഴുന്നേൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. വിശ്വാസ സമൂഹത്തിൽ നിന്നും പോലും വ്യതിചലിച്ചു പോകിയ കുഞ്ഞുങ്ങൾ. കാരണം പ്രാർത്ഥിക്കാൻ മാതാപിതാക്കളില്ല സഭയില്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് കടന്നു വരാൻ മാതാപിതാക്കളിൽ, ഇടുങ്ങി നിൽക്കാൻ മാതാപിതാക്കളില്ല. സ്തോത്രം. ഹല്ലേലൂയ. രാത്രിയും പകലും കിടന്ന് കഷ്ടപ്പാടാ, പെടാപ്പാട് വിട്ടിട്ട് എന്താ മിച്ചമുള്ളത്? എന്താ മിച്ചമുള്ളത്? ഇന്ന് പകൽസമയത്ത് ദൈവമക്കളെ എന്താ നമ്മുടെ ജീവിതത്തിൽ മിച്ചമുള്ളത്? കുറെ പരാതികളും സ്തോത്രം, കുറെ കടങ്ങളും, കുറെ ഭാരങ്ങളും, കുറെ വേദനകളും അല്ലാതെ എന്താ മിച്ചമുള്ളത്? ദൈവത്തിന് വേണ്ടി കൊടുത്ത് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിന് വേണ്ടി സമയം വിട്ടുകൊടുത്ത്, ദൈവത്തിന് വേണ്ടി ആരോഗ്യം വിട്ടുകൊടുത്ത്, ദൈവത്തിന് വേണ്ടി സമ്പത്ത് വിട്ടുകൊടുത്ത് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഒന്ന് ആയിട്ടല്ല, പടിപടിയായിട്ട് ദൈവം നമ്മളെ ഉയർത്തും. ഹല്ലേലൂയ. അത് അനുഭവത്തിൽ മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് നന്ദി പറയുക. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, എന്നെ ഹല്ലേലൂയ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ, അറുക്കപ്പെട്ടവൻ. നാലാമത്തത് കൊലപാതകൻ. സ്തോത്രം. അഞ്ചാമത്തത് ദുർനടപ്പുകാർ. അതൊന്നും ഞാൻ വിവരിക്കേണ്ട കാര്യമില്ല. ക്ഷുദ്രക്കാർ. ഹല്ലേലൂയ. ബിംബ ആരാധികൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊക്കെ ബിംബങ്ങളെ നമ്മൾ ആരാധിക്കുന്നില്ല. പക്ഷേ ഹല്ലേലൂയ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഹൃദയത്തിൽ ചില ബിംബങ്ങളുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ വ്യക്തിപരമായിട്ട് ബിംബം വെച്ചൊന്നും ആരാധിക്കുന്നില്ല. പക്ഷേ ചിലർക്ക് വാഹനം ബിംബമാ, ചിലർക്ക് വീട് ബിംബമാ, ചിലർക്ക് ഡ്രസ്സ് ഭയങ്കര ബിംബമാ. ഹല്ലേലൂയ. ചിലർക്ക് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ജോലി ഭയങ്കര ബിംബമാ. മക്കള് ബിംബമായിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന് അറിയാമോ? എന്റെ കുഞ്ഞിനെ വഴക്ക് പറയരുത്, എന്റെ കുഞ്ഞിനെ നേരെ വിരൽ ചൂണ്ടരുത്. ഹല്ലേലൂയ.
എനിക്ക് ആ കുഞ്ഞ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആ മകൻ കഴിഞ്ഞിട്ടേ, മകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബിംബം. ഹല്ലേലൂയ. നമ്മൾ എന്തിനെ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു, അത് നമ്മളെ കരയിപ്പിക്കും. അത് നമ്മളെ കരയിപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ നമ്മൾ ബിംബം ആരാധിക്കുന്നില്ല, പക്ഷേ നമ്മുടെ മക്കൾ നമുക്ക് ബിംബമായിട്ട് മാറുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മാറുന്നുണ്ടോ? നമ്മുടെ വസ്തുവകകൾ നമുക്ക് ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മാറുന്നുണ്ടോ? ഹല്ലേലൂയ. നമുക്ക് തന്നിരിക്കുന്ന എന്തെങ്കിലും ജോലിയോ എന്തെങ്കിലും ആകട്ടെ, എന്തെങ്കിലും വരുമാന മാർഗമാകട്ടെ, എന്തുമാകട്ടെ, ദൈവത്തെക്കാൾ കൂടുതലായിട്ട് അത് മാറുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ശനിയാഴ്ച വരെ ജോലി ചെയ്തിട്ട് ഞായറാഴ്ച ഒരു ഓവർ ടൈം കിട്ടുകയാണെങ്കിൽ അത് ഇരട്ടി പൈസ കിട്ടുമെന്ന് പറഞ്ഞു പോകുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? ഞാൻ എന്റെ കമ്പനിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, വെള്ളിയാഴ്ച മാത്രം ഞാൻ ജോലിക്ക് വരത്തില്ല. ഹല്ലേലൂയ. ഞാൻ അവിടെ ഹല്ലേലൂയ അപ്പോയിന്റ്മെന്റ് ഓർഡർ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് വെള്ളിയാഴ്ച ഞാൻ വരത്തില്ല. വെള്ളിയാഴ്ചയാണ് അവിടെ ആരാധന, വെള്ളിയാഴ്ച വരത്തില്ല. എന്തോ ഓവർ ടൈം ഉണ്ടെങ്കിലും ഞാൻ പോകത്തില്ല. ഇരട്ടി ശമ്പളം കിട്ടും, പോകത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ഗൾഫിലേക്ക് പോയാൽ ആരും അറിയുന്നവരാരുമില്ല, പക്ഷേ പോകത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, വ്യവസ്ഥ തെറ്റിക്കാൻ ദൈവ മക്കൾക്ക്, ഹല്ലേലൂയ, സ്തോത്രം, വഴികളില്ല. ഇന്ന് പല സമയത്ത് നമ്മൾ പറയും പല ഹല്ലേലൂയ കാര്യങ്ങൾ പറയാതിരിക്കാം. ഇവിടെ വായിക്കുന്നു, ഹല്ലേലൂയ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും കള്ളം പറയും. ഹല്ലേലൂയ. ഇന്നെ ആരാധിക്കാനാ? ഇന്ന് ചില തിരക്ക് പിടിച്ച പരിപാടി ഉണ്ടായിരുന്നു. ഒരു തിരക്കും ഇല്ലായിരുന്നു. നീ ചുമ്മാതെ പറയുന്ന, ഹല്ലേലൂയ, ചുമ്മാതെ പറയുന്നതാ. നമ്മളിവിടെ തിരക്ക് പിടിച്ചിട്ട് നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, എന്നിവർക്കുമുള്ള ഓഹരി എന്താണ്? തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയിലത്രേ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. ഈ തലമുറകൾ ഉണ്ടാകത്തില്ല. നമ്മുടെ ഭാര്യ ഭർത്താവോ ഉണ്ടാകത്തില്ല. ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞവരുണ്ടാകത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞവരുണ്ടാകത്തില്ല. ദൈവമക്കളെ, അവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. അതിനു മുമ്പ് ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകും. എന്റെ ശരീരം ഇവിടെ ഹല്ലേലൂയ നിർജീവമായിട്ട് കിടക്കുന്ന ഒരു സമയം വരും. അതിനു മുമ്പ് പ്രാപിച്ചെടുക്കണം. ഞാനും നിങ്ങളും തീപ്പൊയ്കയിൽ വീഴാനുള്ളവരല്ല, കത്തുന്ന തീപ്പൊയ്ക്കകത്ത് വീഴാനുള്ളവരല്ല. നിത്യരക്ഷ പ്രാപിപ്പാൻ ഒരു നല്ല വെളിച്ചം ഇന്ന് പല സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുകയാ. എന്താ വിളിച്ചു പറയുന്നേ? ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകും. ഞാൻ ആരെ ഭയപ്പെടും? ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നതും അതുപോലെ ഒരു ഭാഗമാണ്. വായിച്ചേ. പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നമ്മൾ ആരാണ്? സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, അന്ധകാരത്തിൽ കിടന്നിരുന്നവരാണ് നമ്മൾ. അന്ധകാരത്തിൽ കിടന്നു. ഹല്ലേലൂയ. നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം വിളിച്ചേ. അത്ഭുത പ്രകാശത്തിലേക്ക്. ഹല്ലേലൂയ. ഇന്നും അന്ധകാരത്തിലാണ് കിടക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം പോലെ നമ്മളെ ഓർത്ത് കരയും. ഹല്ലേലൂയ. ഇന്നും അന്ധകാരത്തിലാണ് കിടക്കുന്നതെങ്കിൽ, ഇവിടെ വായിക്കും നമ്മളെ കുറിച്ചുള്ള ഒരു വലിയ വിളിയുണ്ട്. എന്താണെന്ന് അറിയാമോ? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നമ്മൾ ആരാണ്? രാജകീയ പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ രാജാക്കന്മാർക്ക് അല്പായുസേ ഉള്ളൂ.
എന്നാൽ ഹല്ലേലൂയ ഈ പറയുന്ന രാജകീയ പുരോഹിത വർഗമുണ്ടല്ലോ, എന്നേക്കും രാജാവിനോട് കൂടെ നടക്കുന്നവരാ. ഹല്ലേലൂയ അങ്ങനെ യോഗ്യത നേടിയവർ, അന്ധകാരത്തിൽ നിന്നും വിളിക്കപ്പെട്ടവർ, അന്ധകാരത്തിന്റെ ശക്തി ഇന്നും നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ അന്ധകാര ശക്തി നമ്മളെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകും. എവിടെയാ കൊണ്ടുപോകുന്നേ? ഹല്ലേലൂയ ഗന്ധകം കത്തുന്ന ഇടം, തീപ്പൊയ്കയിലേക്ക് നമ്മുടെ ആത്മാവ് വലിച്ചെറിയപ്പെടുന്ന കാലഘട്ടം ഈ ഓർത്തു നോക്കണം. ഹല്ലേലൂയ ഒന്ന് കൈ പൊള്ളിയാൽ, ഒന്ന് ശരീരമൊന്ന് ഹല്ലേലൂയ തീയുടെ ഏതെങ്കിലും ഒരു അനുഭവത്തിൽ തട്ടിയാൽ നമുക്കുണ്ടാകുന്ന ശരീരത്തിലെ വേദന എന്നറിയാമോ? ഹല്ലേലൂയ അത് നമ്മുടെ ആത്മാവ് പോയി തീക്കകത്ത് കിടക്കുന്ന ഒരു കാഴ്ച നമ്മളൊന്ന് മനസ്സിൽ കണ്ടേ. ഹല്ലേലൂയ ഈ ശരീരമല്ല, ഹല്ലേലൂയ നാം മരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ശരീരവും ആത്മാവും തമ്മിൽ വേർതിരിക്കപ്പെടുന്ന ഈ ആത്മാവ്, സ്തോത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ ഇവിടെ എങ്ങും നിൽക്കാതെ മറ്റൊരു ദിശയിലേക്ക് നമ്മുടെ ആത്മാവ് പറന്നു പോകും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് വ്യക്തമായിട്ടും പറയുന്നത്, ഈ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോകാതിരിക്കാൻ അവിടെ പറയുന്നു, ഈ അന്ധകാരത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വിളിച്ചത്, അന്ധകാരത്തിൽ നിന്ന് നാം ഹല്ലേലൂയ അന്ധകാരത്തിൽ കിടക്കേണ്ടവരായിരുന്നു, നിത്യ നരകത്തിൽ കിടക്കേണ്ടവരായിരുന്നു. നമ്മുടെ പേര് സാത്താൻ എഴുതി വെച്ചിട്ട് ഹല്ലേലൂയ അവനും എന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ഒക്കെ നിഗളിച്ച് നടന്നു വരുന്ന സമയമുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ദൈവം എന്ത് ചെയ്തു? അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് എന്ത് ചെയ്തു? നിങ്ങളെ വിളിച്ചു, നമ്മളെ ഓരോരുത്തരെയും വിളിച്ചു. ഹല്ലേലൂയ എന്തിനാ വിളിച്ചേ? അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ എന്ത് ചെയ്യണം? പറയണം. ഹല്ലേലൂയ ഘോഷിക്കണം. എവിടെ ഘോഷിക്കണം? കണ്ണിൽ കാണുന്നവരുടെ മുമ്പിലെല്ലാം. ഇന്നലെ ഞാൻ മരിക്കേണ്ടതില്ല, കഴിഞ്ഞ വർഷമേ ഞാൻ മരിച്ചു പോകേണ്ടതായിരുന്നു, പക്ഷെ ദൈവമാണ് എന്നെ നിർത്തിയത് എന്ന് പറയാനൊരു വാക്ക് നമുക്കുണ്ടാകണം. കഴിഞ്ഞ നാളുകളിൽ ഞാൻ പെട്ട അപകടങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ പെട്ട ഹല്ലേലൂയ രോഗങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ പെട്ട ഹല്ലേലൂയ അവസ്ഥകൾ, ഞാൻ മരണപ്പെട്ടു പോകേണ്ടവരായിരുന്നു, പക്ഷേ ദൈവം എന്നെ നിർത്തിയത് ദൈവത്തിന്റെ കൃപയാണെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. ഹല്ലേലൂയ അപ്പൊ ദൈവം തെരഞ്ഞെടുത്ത ഒരു ജാതി, അത് IPCയോ ശാരോടോ ചർച്ചക്കോടോ AG എന്നുള്ളതല്ല. ഹല്ലേലൂയ ഇന്ന് പല സമയത്ത് ദൈവമക്കളെ ഇവിടെയുള്ള എല്ലാ വിശ്വാസ സമൂഹങ്ങളെയും കൂടെ ഒന്നിച്ചു ചേർത്താൽ, സ്തോത്രം, അതിനകത്ത് നിന്നൊരു തെരഞ്ഞെടുപ്പുണ്ട്. സ്തോത്രം ഹല്ലേലൂയ നമ്മൾ റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങിച്ചാൽ ഹല്ലേലൂയ അരി കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇട്ടുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? മുറത്തിൽ ഇട്ടൊന്ന് പേറ്റിപ്പറക്കും, അല്ലേ? പേറ്റിപ്പറക്കും. ഇന്നത്തെ ഹല്ലേലൂയ സുരേഖയൊക്കെയാണ് പേറ്റിപ്പറക്കേണ്ട കാര്യമില്ല. പക്ഷെ റേഷനരിയൊക്കെ ഞങ്ങൾ കഴിക്കുന്ന റേഷനരിയൊക്കെ ഇങ്ങനെ കറുത്തേരി കാണും, ചുമലേരി കാണും, വെള്ളേരി കാണും, പിന്നെ ജീവനുള്ള കറുത്ത വണ്ടുണ്ട്, അതുമൊക്കെ എഴയും, അതിനകത്ത് ചില പുഴുക്കൾ കാണും. ഇതൊക്കെ എന്ത് ചെയ്യും? നമ്മളിരുന്ന് കുത്തിപ്പിറക്കി, അതിനെ പേറ്റിപ്പിറക്കി, അതിന്റെ അവസ്ഥകളെല്ലാം ഒന്ന് മാറ്റിയിട്ട് വെള്ളത്തിലിട്ട് 3-4 പ്രാവശ്യം കഴുകി അതിനെ ശുദ്ധീകരിച്ചിട്ടാണ് നമ്മൾ ആഹാരത്തിനായിട്ട് കഴുകിയെടുത്ത് കഴിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇതുപോലെ ഹല്ലേലൂയ പേറ്റിപ്പറക്കി കളയേണ്ടതിനെ എല്ലാം ഈ IPCയും ശാരോണും ചർച്ചോകോടും എല്ലാം കൂടെ കർത്താവിന്റെ കയ്യിലേക്ക് വന്നിട്ട് അതിനകത്തൊരു പേറ്റിപ്പറക്കുണ്ട്. ഹല്ലേലൂയ അതിനകത്ത് പറക്കി കളയേണ്ടതിനെ എല്ലാം പറക്കി കളയും. ഹല്ലേലൂയ ഞാൻ 25 വർഷമായിട്ട് ശാരോണിലായിരുന്നു, ഞാൻ 50 വർഷമായിട്ട് സ്തോത്രം ഹല്ലേലൂയ പാസ്റ്ററായിരുന്നു. ഹല്ലേലൂയ ഞാൻ 50 വർഷമായിട്ട് പാടി ആരാധിച്ച വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. പറക്കി കളയുന്ന കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകരുത്.
ഹല്ലേലൂയ. പല അനുഭവത്തിലുള്ള ആയിരിക്കാത്ത പല അനുഭവത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ചില കമ്പി കഷ്ണങ്ങൾ കാണും, ചില കല്ലുകൾ കാണും, ചില പുഴുക്കൾ കാണും, ചില കൃമികൾ കാണും, ചില പൊടികൾ കാണും, ചില കറുത്തേറികൾ കാണും, ചില വെളുത്തേറികൾ കാണും. പക്ഷേ അതിനെ ഒന്നും ഉപയോഗപ്രദമാക്കി കൊണ്ടുവരത്തില്ല. എന്നാൽ അരിക്കകത്ത് കിടക്കുന്നതല്ല എല്ലാം കൂടെ ഇട്ട് കഞ്ഞി വെക്കാമെന്ന് നമ്മൾ ആരും വിചാരിക്കത്തില്ല. ഹല്ലേലൂയ. കാശ് കൊടുത്ത് വാങ്ങിച്ച അരിയല്ലേ, ഞാൻ പൈസ മുടക്കി വാങ്ങിച്ച അരിയല്ലേ, ഒന്നും കളയണ്ട, അങ്ങനെ അരിയിട്ടം കഞ്ഞി വെച്ചോളാൻ ഒരു ഭാര്യമാരോടും ഭർത്താക്കന്മാര് പറയത്തില്ല. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ, ആ കഴിക്കുന്ന ആഹാരത്തിന് അത്ര വിശുദ്ധി നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ ദൈവത്തോട് ഇരുത്താൻ കൊണ്ടുപോകുന്ന വ്യക്തികൾ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം വളരെ വ്യക്തമായിട്ടും ചോദന ചെയ്യും. പിറക്കി കളയേണ്ടതിന് പിറക്കി കളയും. ഹല്ലേലൂയ. പിറക്കി മാറ്റേണ്ടതിന് പിറക്കി മാറ്റും. എന്നിട്ട് അവിടെ വായിക്കുന്നു, ഒരു ജാതി, സ്തോത്രം, ഏത് ജാതിയാ? അന്ധകാരത്തിൽ നിന്ന് ഹല്ലേലൂയ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ജാതി. ഹല്ലേലൂയ. അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ജാതി. ഇന്ന് പകൽസമയത്ത് അതിലൊരു വ്യക്തി ഞാനായി തീരണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഒരു വ്യക്തി ഞാനായിരിക്കണം. ഭർത്താവല്ല, ഭാര്യയല്ല, മക്കളല്ല തീരുമാനിക്കുന്നത്. എന്റെ ഭാവിയെ കുറിച്ച്, എന്റെ വിടുതലിനെ കുറിച്ച്, എന്റെ രക്ഷയെ കുറിച്ച് ഞാൻ ചിന്തിക്കണം. ഞാൻ എവിടെ ആയിരിക്കണമെന്ന് ഞാൻ ചിന്തിക്കണം. എനിക്ക് രക്ഷ പ്രാപിക്കണം, എനിക്ക് കർത്താവിനോട് കൂടെ നിൽക്കണമെന്ന് എത്ര പേർ ഇന്ന് പകൽസമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെയാണ് ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ആ ഭാഗങ്ങളൊക്കെ